നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവൻ വല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. പോടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ല. അവനാണ് എന്റെ അച്ഛൻ ഇത്തിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാണ്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛന്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛന്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലീ ശേഖര എവിടെ ഉള്ളതെന്ന് പറഞ്ഞു? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പും ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ എങ്ങനെടാ മുങ്ങിച്ചാടി? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലിവശം അടിച്ചു വെച്ചേക്കുന്നു. ഫ്രൂട്ടി സൈഡ് ആയിരുന്നു. സുജിയേ, എങ്ങോട്ടാ പോകേണ്ടത്? എനിക്ക് വെള്ളറുടെ ധനുവച്ചപുരം. എപ്പോഴാ ബസ്സിൽ കയറിയത്? 7 മണിക്ക് ബസ്സിൽ കയറിയ മെഡിക്കൽ കോളേജിൽ നിന്ന്. ജോലിക്ക് പോയോ? ജോലിക്ക് പോവാണ്. ചൂടൊക്കെയല്ലേ ബസ്സിനുള്ളിൽ, എങ്ങനെ സഹിക്കുന്നത്? പിന്നെ ബസ്സിനകത്ത് AC ഉണ്ടോ? എങ്ങനെ സഹിക്കുന്നെന്ന് ചോദിച്ചാല് 1,10,000 ഒരു അണ പൈസ പോലും ഈ കാറിന് കുറയ്ക്കാൻ പറ്റില്ല. ചേട്ടാ ഒന്ന് താഴ്ത്തി പറയട്ടാ. 1,10,000 മതിയാ? ചേട്ടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ശരി, 1,50,000 ഒരു 40,000 കുറച്ചിട്ട് ബാക്കി തന്നാ മതി. അപ്പോഴും 1,10,000 രൂപ അല്ലേ? അതെ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഇല്ലല്ല, ഞാൻ മൃഗമാണ്. ഒരു ഡിസ്കൗണ്ട് എങ്കിലും. അതിപ്പോ നിങ്ങൾ ഈ പൈസക്കാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിൽ 2 വാഴക്കൊന്ന് ഫ്രീ ആയിട്ട് തരാം. വളരെ ഉപകാരം. നോ മനുഷ്യൻ, അതും പ്ലാസ്റ്റിക് ആണ്. വണ്ടി ഓടോ? ഇല്ല, നടക്കും. മൈലേജ് എത്ര കിട്ടും? പെട്രോൾ ഒഴിച്ചാൽ തീരുന്നവരെ ഓടും. ബ്രേക്ക് ഉണ്ടാ? ചവിട്ടി നോക്കണം, കിട്ടിയാ കിട്ടി. വണ്ടിയല്ലേ? ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവര് കൊടുത്താൽ മതി. പക്ഷെ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികട അവിടെ നടക്കില്ല. കടമേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരെ ടാൽസിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇത് നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇത് എന്തെങ്കിലും ഒന്ന് പറയടോ. എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ? നമ്പർ ഓഫ് കിഡ്സ് യു വോണ്ട്. ഉത്തരം പറയണ ഞാനാണ് ഇപ്പൊ എടുത്തിട്ട്. എനിക്ക് അങ്ങനെ എണ്ണമൊന്നുമില്ല. ദൈവം എന്ത് കണ്ടറിഞ്ഞു തരുന്നു അത് തന്നെയാണ്. ഇല്ല, അത് ഗൗതം ഗൗതം വെടിവെച്ചാങ്കോവിൽ. സാർ, ഈ വെടിവെച്ചാങ്കോവിൽ എന്നുള്ളത് എന്റെ അച്ഛന്റെ സ്ഥലപ്പേരാ. എന്റെ പേരല്ലെന്ന് ചുരുക്കാൻ പറ്റുമോ? ചുരുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ അപ്പൊ ഗൗതം വെടിയുന്നിടാം. ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരില്ലേ? എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരൂ. നീ പോടെ അവിടുന്ന്. നോക്ക്, അപ്പുകുട്ട പേടിച്ചില്ലല്ലോ. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിനും ഒരു ബുദ്ധി വേണം. അതിവനില്ല. ബുദ്ധി ഉള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? വടിവേലിനോടാണ്.
നിന്നോടാരും സംസാരിക്കണത് മനസ്സിലായോ? പന്നി ഞാൻ പറഞ്ഞ കേക്കണ്ട നീ വാടാ ഒറ്റക്കൊറ്റക്ക് മുട്ടാ വാടാ. നീ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. നിക്കണ്ട അവിടെ. ഇതെന്താ സ്കൂൾ വിട്ട പോലെ അകത്ത് ഉപ്പാവൊന്നും വിളമ്പില്ല. ആരും വരണ്ട. താനങ്ങോട്ട് പോകുന്നു. അല്ല ആരും വരണ്ടെന്ന് പറഞ്ഞു. എന്നോടൊപ്പം ഒരാൾക്ക് വരാം. താനങ്ങോട്ടാ? ഒരാൾക്ക് വരാമെന്ന് പറഞ്ഞു. എടോ അത് ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ. ഒരാളായില്ലേ സാർ? എടോ അതിന് ഇവൻ അല്ല, ഞാൻ ഒരാളാണ് സാർ. എടോ അതല്ല ഞാൻ ഇവനോടാ പറഞ്ഞത്. ഞാനും ഒരാളാണ് സാർ. എടോ നിങ്ങൾ രണ്ടല്ലേ? അല്ല സാർ, ഞങ്ങൾ ഓരോരുത്തരാ. എന്നാ നിങ്ങൾ തളരരുത് രാമകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. മുതലാളിയെ കൊത്തി വെച്ചോലുണ്ട്. നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. ശപിച്ച് മുടിയും. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി. ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. എന്നെ കുളിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്ത്. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? എന്നടാ? അയ്യോ കത്തി മുറി. എണ്ണ 1 2 3 4 5. തമിഴിലും പറയാം. 1 2 3. ഉള്ള മൈദ അല്ല ഇപ്പൊ എടുത്ത് കലക്കിയാൽ രാത്രി പൊറോട്ട അടിക്കാം. പിന്നെ ആരുടെ മൈദ വെച്ച് അടിക്കും? കെട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഇത് 1 മാസം കഴിഞ്ഞിട്ടല്ല റിലീസ്, നാളെയാണ്. ഇത് കണ്ടോ, എന്റെ പേര് വളരെ ചെറുതായി പോയി. പേരൊരു ഇത്രയെങ്കിലും. ഓ എടാ, ആദ്യം നീ ഒന്ന് ഇത്ര ആകട്ടെ. കാശ് മുടക്കിയത് കാർത്തിക, അവളുടെ പേരില്ല, നിങ്ങളുടെ പേര് മാത്രമേ. കാശ് മുടക്കിയത് അവളായിരിക്കും, പക്ഷെ അത് ചെലവാക്കിയത് ഞാന്. അതിലെ എന്റെ പേര് പ്രൊഡ്യൂസറായി വെച്ചത്. പിന്നെ അവളുടെ പേര് വെച്ചാലും കാര്യമില്ലല്ലോ, അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ, ബ്ലൈൻഡ് അല്ലേ. അയ്യോ, എന്തിനാണോ വരുന്നവരൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നേ? ഒരുത്തിനിപ്പോ തുറന്നു നോക്കിട്ട് പോയതേ ഉള്ളൂ. ഫ്രിഡ്ജ് അതെ ഫോണും അതെ, അകത്തൊന്നും ഇല്ലാന്നറിയെങ്കിലും ഇടക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു വിഷമം. വിഡ്ഢികൾ. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ ഭാര്യമാരാരാണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി, എനിക്ക് മെന്റലാണെന്ന്. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? നീയാ അവനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ അത് കാര്യം എന്താന്ന് വെച്ചാ പറ. എടി യവന്മാരുടെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? കിട്ടിയോടാ? 2 ദിവസത്തിനകം കിട്ടും. പതിവ് പോലെ എല്ലാ വിഷയത്തിനും 100 മുട്ടായിരിക്കും കിട്ടാൻ പോണേ. അത് അപ്പോഴല്ലേ, അതിന് ഇന്നെന്തിനാ ശിക്ഷിക്കുന്നത്? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോവല്ലേ. ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്നത് നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. എന്താ പേര്? ശർക്കരവരട്ടെ. അശോക ശർക്കരവരട്ടെ. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BEd. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. ലവനാണ് വെള്ളത്തിച്ചാടി സത്യം പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവനാ. പിന്നെ സാവന്തിനെ വെള്ളത്തിച്ചാടി. അങ്ങനെ താഴ്ന്ന് കുളിക്കട്ടെ കരുതി. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഹലോ, നീ ആ തലയൊന്ന് ലെഫ്റ്റ് പിടിച്ചേ. ചേട്ടായി, ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള്? അല്ല, ഞാനല്ല. അല്ല, നിങ്ങളുടേത്. അത് ക്ലിക്കായ നിങ്ങളുടെ തലവരെയേ മാറും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 3 ചായ. ചായൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. പിന്നെ ഒരു ഓഫീസ് ആവുമ്പോ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണ്ട. നിങ്ങൾ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.